ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹാരങ്ങൾ പ്രഖ്യാപിക്കാനുമായി നടക്കുന്ന സർക്കാർ സംവിധാനങ്ങൾക്കിടയിൽ ഒരു സാധാരണ സ്ത്രീയുടെ ആക്ഷേപം തന്നെ ഇന്ന് വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളന വേദി അപ്രതീക്ഷിതമായി ഒരു പ്രതിഷേധ വേദിയായി മാറിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കലക്ട്രേറ്റിൽ മന്ത്രിസഭാ യോഗം അവസാനിപ്പിച്ചതിന് പിന്നാലെ മന്ത്രിമാരായ VN വാസവൻ, R ബിന്ദു, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർ മാധ്യമങ്ങളോട് സംസാരിക്കാൻ PR ചേംബറിലേക്ക് എത്തുന്നതിനിടെയാണ് സംഭവം അരങ്ങേറുന്നത്. മന്ത്രിമാരോടൊപ്പം തന്നെ ഒരു സ്ത്രീ കൂടി അവിടെ എത്തുകയും വാർത്താ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപായി ക്യാമറകൾക്ക് മുന്നിൽ നിലകൊണ്ട് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരികയും ചെയ്തു. സ്വന്തം വീടുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പരാതികളും നീണ്ടു നിൽക്കുകയാണ് എന്നതാണ് സ്ത്രീയുടെ പ്രധാന ആരോപണം. പലതവണ കലക്ട്രേറ്റിൽ എത്തിയിട്ടും ബന്ധപ്പെട്ട അധികാരികളോട് പരാതി നൽകിയിട്ടും യാതൊരു പരിഹാരവും ലഭിച്ചിട്ടില്ലെന്നും പോലീസ് പോലും വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നും അവർ തുറന്നു പറഞ്ഞു. മാധ്യമപ്രവർത്തകരും മന്ത്രിമാരും ചേർന്ന് പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടും സ്ത്രീ അതിൽ യാതൊരു വിശ്വാസവും പ്രകടിപ്പിച്ചില്ല. പ്രതിഷേധം അവസാനിപ്പിക്കാതെ അവർ ക്യാമറകൾക്ക് മുന്നിൽ തന്നെ ഉറച്ചു നിന്നതോടെ വാർത്താ സമ്മേളനം ആരംഭിക്കുന്നത് തന്നെ വൈകി. ഇതിനിടെ മന്ത്രി R ബിന്ദു നേരിട്ട് ഇടപെട്ട് സ്ത്രീയുമായി സംസാരിക്കുകയും പ്രശ്നം വിശദമായി ചോദിച്ചറിയുകയും ചെയ്തു. എന്നാൽ കാലങ്ങളായി നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ചിട്ടില്ല എന്ന നിലപാടിൽ അവർ തുടർന്നതോടെ സ്ഥിതി ഗൗരവമായി. സംഭവം നിയന്ത്രിക്കാൻ വനിതാ പോലീസിനെ വിളിച്ചു വരുത്താനുള്ള നടപടികളും ആരംഭിച്ചു. പ്രതിഷേധം അവസാനിപ്പിക്കാതെ അവിടെ തന്നെ തുടരുന്ന സ്ത്രീയുടെ നിലപാട് ഭരണകൂടത്തിന്റെ പ്രതികരണ ശേഷിയെ ചോദ്യം ചെയ്തതായി മാറി. ഒരു സാധാരണ വ്യക്തിപരമായ പ്രശ്നം പൊതുവേദിയിൽ ഇത്തരത്തിൽ ഉയരുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ചുള്ള ചർച്ചകൾക്കും വഴി തുറക്കുകയാണ്. ജനങ്ങളുടെ പരാതികൾക്ക് സമയബന്ധിതമായി പരിഹാരം ലഭിക്കാത്തത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് നയിക്കുമെന്ന് ഈ സംഭവം സൂചിപ്പിക്കുന്നു. ഇപ്പോൾ കലക്ട്രേറ്റിൽ സ്ഥിതി സംഘർഷഭരിതമായി തുടരുകയാണ്. വനിതാ പോലീസിന്റെ ഇടപെടലിനായി കാത്തിരിക്കുകയാണ് അധികാരികൾ. പ്രതിഷേധം അവസാനിക്കാതെ തുടരുന്നതിനാൽ വാർത്താ സമ്മേളനം പൂർണ്ണമായും വൈകിയിരിക്കുകയാണ്.